ഇ.ഡി. അറസ്റ്റ് ചെയ്ത തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ ചെന്നൈയിലെ കാവേരി ആശുപത്രിയിലേക്ക് മാറ്റാൻ മദ്രാസ് ഹൈക്കോടതിയുടെ അനുമതി. അടിയന്തര ഹൃദയ ശസ്ത്രക്രിയ വേണമെന്നാവശ്യപ്പെട്ട് മന്ത്രി സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് അനുമതി. അതേസമയം ബാലാജിയെ തമിഴ്നാട് സർക്കാർ ചുമതലകളിൽ നിന്നും ഒഴിവാക്കി. മന്ത്രി സെന്തിൽ ബാലാജിയുടെ ഹൃദയധമനികളിൽ രണ്ടിടത്ത് ബ്ലോക്കുണ്ടെന്നും ഉടൻ ശസ്ത്രക്രിയ വേണമെന്നും ഡോക്ടർമാരുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇത് പരിഗണിച്ചാണ് കോടതി തീരുമാനം. സെന്തിൽ ബാലാജിയുടെ ആരോഗ്യം സംബന്ധിച്ച റിപ്പോർട്ട് വിശ്വാസയോഗ്യമല്ലെന്ന് ഇ.ഡി. റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് കോടതി തള്ളി. മന്ത്രിയെ ചെന്നൈയിലെ കാവേരി ആശുപത്രിയിലേക്ക് മാറ്റാനും കോടതി അനുമതി നൽകി. അതേസമയം സെന്തിൽ ബാലാജിയെ വകുപ്പില്ലാ മന്ത്രിയാക്കാനാണ് തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ വീതം വയ്ക്കുമെന്നാണ് അറിവ്. മന്ത്രിമാരായ തങ്കം തേനരാശിനും മുത്തുസ്വാമിക്കുമായി വീതം വെക്കാനാണ് നിലവിലെ ധാരണ. തങ്കം തേനരാശിന് ഇലക്ട്രിസിറ്റിയും മുത്തുസ്വാമിക്ക് എക്സൈസിന്റെയും അധിക ചുമതല നൽകിയേക്കും. അതിനിടെ സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് അണ്ണാ-ഡി.എം.കെ നേതാക്കൾ ഗവർണർ ആർ.എൻ. രവിയെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് കണ്ണപ്പദാസൻ മന്ത്രിയെ സന്ദർശിച്ചിരുന്നു. ഇ.ഡി. കസ്റ്റഡിയിലെടുത്ത് മന്ത്രിയെ മർദ്ദിച്ചെന്ന ആരോപണം കണ്ണപ്പദാസൻ ഉന്നയിച്ചു. സെന്തിലിന്റെ ചെവിയിലും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ടെന്നും ഇ.ഡി. ഉദ്യോഗസ്ഥർ തന്നെ തറയിലേക്ക് തള്ളുകയും വലിച്ചിഴയ്ക്കുകയും ചെയ്തെന്ന് മന്ത്രി പറഞ്ഞതായും കണ്ണപ്പദാസൻ പറഞ്ഞു. 18 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുലർച്ചെ 2:30 മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതേസമയം മന്ത്രിക്കെതിരെ ഗുരുതര ആരോപണമാണ് ഇ.ഡി. ഉന്നയിച്ചത്. സെന്തിൽ ബാലാജിയുടെ 25 കോടിയുടെ ബിനാമി സ്വത്തുക്കൾ കണ്ടെത്തിയെന്ന് ഇ.ഡി. അവകാശപ്പെട്ടു. സെന്തിൽ ബാലാജിക്കെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിനും ബിനാമി സ്വത്തിനും തെളിവുണ്ട്. 3.75 ഏക്കർ ഭൂമിയുടെ ബിനാമി ഇടപാടാണ് നടന്നതെന്നും ഇ.ഡി. വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.